കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 സിനിമ കണ്ടു. FDFS മിസ്സായി, പക്ഷേ അടുത്ത ഷോയ്ക്ക് തന്നെ കയറി. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗംഭീരം. അതിന് മേളിലൊരു വാക്കില്ല സിനിമയ്ക്ക്. നിങ്ങൾ പോവുകയാണെങ്കിൽ നല്ല വെൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയി കാണുക. അതുപോലെ 4K അറ്റ്മോസ് ആയിട്ടുള്ള നല്ലൊരു തിയേറ്ററിൽ പോയി കാണുക. വിഷ്വലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച്, ഒന്നും പറയാനില്ലാത്ത സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ ജസ്റ്റ് ഈ കന്നഡ തെലുങ്ക് പടങ്ങളിലെ പോലത്തെ കുറച്ച് കോമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്ര എഫക്റ്റ് ആയിട്ടില്ല. നമ്മൾ അപ്പോൾ ആലോചിക്കും ഇതാണ് സെറ്റപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കന്നഡ തെലുങ്ക് ഫിലിമായിട്ടുള്ള കണ്ടാൽ മതി. അതിൻ്റേതായ ചില കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. ആ ഫസ്റ്റ് ഹാഫ് എൻഡും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് പടം സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഈ 100 കോടി ഫസ്റ്റ് കാന്താര എന്ന് പറഞ്ഞൊരു 5 കോടി സിനിമയായിരുന്നു. ആ സിനിമ കളക്ട് ചെയ്തൊരു 450 കോടിയോളം മേളിലാണ്. ഈ കാന്താര ഏകദേശം ഒരു 10-12 ഇരട്ടി രൂപ ഇരട്ടിയാണ് ബഡ്ജറ്റ്. അതിൻ്റെ 2 ഇരട്ടി ഈ സിനിമ തന്നിട്ടുണ്ട്. 2 ഇരട്ടി. ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെയാണ് പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോമഡീസ് ഉണ്ട്, പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ പിള്ളേരുണ്ടായിരുന്നു, കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തിരുന്ന ചേച്ചിമാരൊക്കെ ഇരുന്ന് ചിരിക്കണ്ടായിരുന്നു. കോമഡീസും കാര്യങ്ങളൊക്കെ വിട്, പക്ഷേ സിനിമ ടോപ്പ് നോച്ച് ലെവൽ. ഋഷഭ് ഷെട്ടി, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. ഇതിനകത്ത് മെയിൻ റോളും പുള്ളി തന്നെ. പുള്ളി എങ്ങനെ ഇത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുന്നത്. സംഭവം ഒരാൾക്ക് വേണമെങ്കിൽ റൈറ്റ് ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ അത് തന്നെ മെയിൻ ക്യാരക്ടറായിട്ട് സാധാ ഒരു സിനിമ പോലെ അല്ല ഇത്. ഇതിൻ്റെ ക്ലൈമാക്സ് രംഗമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. കാന്താരയിൽ ആ ഏകദേശം ഒരു ലാസ്റ്റ് ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ കുറേ സീൻസ് ഉണ്ട്, അതിലൊരു സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒന്നും പറയാനില്ലാത്ത രീതിയിലാണ് പുള്ളി ചെയ്തു വെച്ചത്. ഒന്നും പറയാനില്ലാത്ത രീതിയിൽ. കഴിഞ്ഞ തവണ പുള്ളിക്ക് അവാർഡ് കിട്ടിയപ്പോൾ നമ്മൾ വിമർശിച്ചു ഈ ഒരു കുറച്ച് രംഗങ്ങൾ. പക്ഷേ ഇത് ഉറപ്പായിട്ടും പുള്ളിക്ക് കിട്ടിയിരിക്കും. പുള്ളിക്ക് ഇതിനകത്ത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ രുക്മിണി വസന്ത്, പുള്ളി ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളുണ്ട് നമുക്കറിയാവുന്നത്. തെലുങ്ക് കന്നഡയായിട്ട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള അതിനകത്ത് കുറേ കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ റോളിൽ വന്നിരിക്കുന്നത് ഒന്ന് ഋഷഭ് ഷെട്ടി, പിന്നെ വന്നെങ്കിൽ രുക്മിണി വസന്താണ് ഇതിനകത്ത് നടിയായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരാളാണ് ഗുൽബട്ട് മല്ലയ്യ, അങ്ങനെയാണ് പുള്ളിയുടെ പേര്. വേറൊരു ലീഡ് റോളാണ്. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ പറയാനുള്ള VFX ആണ്. കിഡു സാധനമായിട്ടാണ് പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കിഡു, ഒന്നും പറയാനില്ലാത്ത VFX. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ സിനിമ പാളി. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താ അതിനകത്ത് സെക്കൻഡ് ഹാഫ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. അത് ഞാൻ കണ്ടത് ഐസക്സ് മരിയ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ്. ഒരു രക്ഷയില്ലാത്ത സൗണ്ടും വിഷ്വൽസും. നല്ലൊരു തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഒരിക്കലും മിസ് ചെയ്യരുത്, അത്ര പറയാനുള്ളൂ. ഫസ്റ്റ് കാന്താര മിസ് ചെയ്തവർ ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഷുവറായിട്ട് തന്നെ നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഒരിക്കലും OTTക്ക് വേണ്ടി കാത്ത് നിൽക്കരുത്. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. അപ്പോൾ എല്ലാവരും കുടുംബസമേതം നല്ലൊരു തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക.